ക്രൂരമർദ്ദനം. സ്കൂൾ ബസ്സിലാണ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് സ്കൂൾ ബസ്സിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനമേൽക്കേണ്ടി വന്നത്. സഹപാഠിയായ വിദ്യാർത്ഥിയാണ് സ്കൂൾ ബസ്സിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. മൂന്നാറിലാണ് ഈ സംഭവം നടന്നത്. മൂന്നാറിലെ കാർമൽഗിരി സ്കൂൾ ബസ്സിലാണ് ഈ സംഭവം നടന്നത്. ബസ്സിലുണ്ടായിരുന്ന +1 വിദ്യാർത്ഥിയാണ് ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. ബിനീഷ് ആന്റണി ഈ അതിക്രമത്തിൻ്റെ വിവരങ്ങൾ നൽകുന്നു. ബിനീഷ്, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഒരു വൈകുന്നേരം 4 മണിയോടെയാണ് ഈ സംഭവം സ്കൂൾ ബസ്സിൽ ഉണ്ടാകുന്നത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ മറ്റൊരു കൂടെ പഠിക്കുന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥി തന്നെ ബസ്സിൽ വെച്ച് ആക്രമിക്കുന്നു. ഈ ദൃശ്യങ്ങൾ പകർത്തിയത് +1 വിദ്യാർത്ഥിയാണ്. ഈ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം സോഷ്യൽ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. ഈ ദൃശ്യങ്ങൾ പ്രകാരം കുട്ടിയുടെ പിതാവിനോട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. പിതാവ് പറയുന്നത് കുട്ടി ഇതിനു മുമ്പും മർദ്ദനം ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾക്ക് ഇത് വീട്ടിൽ വെളിപ്പെടുത്തിയാലോ അല്ലെങ്കിൽ സ്കൂളിൽ വെളിപ്പെടുത്തിയാലോ കൂടുതലായി മർദ്ദിക്കുമെന്നാണ് ഈ കുട്ടിയെടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കുട്ടി വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഇത് പറയാൻ തയ്യാറായില്ല. എന്താണ് ഈ മർദ്ദനത്തിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഈ +1, +2 പിള്ളേർക്ക് ഇവിടുന്ന് സ്നാക്സ് എല്ലാം കൊണ്ട് കൊടുക്കുക, ആഹാര സാധനങ്ങൾ കൊടുത്തില്ലെങ്കിൽ കൂടെ പഠിക്കുന്ന അതേ വിദ്യാർത്ഥിനെ വെച്ച് തല്ലിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ രക്ഷിതാവ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് ഈ സ്കൂൾ ബസ്സിൽ ടീച്ചറോ അല്ലെങ്കിൽ ഒരു ആയോ ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു മർദ്ദനം ഉണ്ടാവില്ല. അപ്പോൾ സ്കൂൾ ബസ്സിൽ ആകെ ഉണ്ടായിരുന്നത് ഡ്രൈവർ മാത്രമാണ്. ഡ്രൈവറിന് ഇത് ശ്രദ്ധിക്കാനുള്ള സമയം പോലും ഉണ്ടാവില്ല. അദ്ദേഹം വാഹനം ഓടിച്ച് മുന്നോട്ട് പോവുകയായിരിക്കും. അപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ നമ്മളിപ്പോൾ സ്കൂൾ പ്രിൻസിപ്പലായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പ്രിൻസിപ്പൽ പറയുന്നത് നിലവിൽ ഈ സ്കൂൾ കുട്ടിക്ക്, അതായത് മർദ്ദിച്ച കുട്ടിക്കെതിരെയും അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ പകർത്തിയ +1 വിദ്യാർത്ഥിക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവരുടെ മാതാപിതാക്കളെ വിളിപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം മാതാപിതാക്കൾ സ്ഥലത്തെത്തും. അതിനുശേഷം ഈ 2 കുട്ടികൾക്കെതിരെയും നടപടി ഉണ്ടാകും. പിന്നെ നമ്മൾ ചോദിച്ചത് ഈ +1 വിദ്യാർത്ഥിക്ക് മൊബൈൽ കൈവശം വെക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പെർമിഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് പ്രിൻസിപ്പൽ പറയുന്നത് അത്തരത്തിലുള്ള പെർമിഷൻ ഇല്ല. പക്ഷേ ഇത് സ്കൂൾ ബാഗിൽ ഒളിപ്പിച്ച് ഈ മൊബൈൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. ഇനി ഇതിലുള്ള പരിശോധന നമ്മൾ ശക്തമാക്കും. കാർമൽഗിരി സ്കൂളിലെ പ്രിൻസിപ്പൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് താങ്കൾക്ക് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ? പ്രതിഭാസമാണ് ഇത്. 8ാം ക്ലാസ്സിലെ 2 കുട്ടികളാണ് ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്ന ഒരു പ്രതിഭാസം അവിടെ ഉണ്ടാക്കിയത്. അപ്പോ ഞാനിപ്പോ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ അതിന് വേണ്ട നടപടികൾ ചെയ്തു. അത് പെർമിഷൻ ഇല്ലാതെയാണ് ആ പുള്ളി 1ാം ക്ലാസ്സിലെ ഈ മൊബൈൽ ഫോൺ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതിനുള്ള നടപടിയായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സർക്കാരുമായി നമ്മൾ കൊടുക്കേണ്ട കാര്യത്തില് പാടില്ലാത്ത ഒരു നിലപാട് കൃഷിക്കുന്നത് അതിനുള്ള ഒരു വയലേഷനാണ്. പിന്നെ സ്കൂൾ ബസ്സിലാണിത് സംഭവിച്ചത് എന്നുള്ളത് ശരി തന്നെയാണ്. ബസ്സില് ഓൾറെഡി തന്നെ ഉണ്ടായിരുന്ന സാധിച്ചില്ല. ഇങ്ങനെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ചെയ്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക്. ശരി, താങ്കളുടെ സംഭാഷണം അത്രമേൽ വ്യക്തമാവുന്നില്ല. റേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു. എങ്കിലും ചില സംശയങ്ങൾ പിന്നെയും വാർത്തയിൽ ബാക്കി നിൽക്കുന്നുണ്ട്. ഈ കുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അത് ചിത്രീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത് പുറത്തറിയുകയില്ല. ഇതേപോലുള്ള മർദ്ദനങ്ങൾ വീണ്ടും ഉണ്ടാവും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നു. തീർച്ചയായിട്ടും അത് ചിത്രീകരിക്കപ്പെട്ടത് കൊണ്ടാണ് ഈ സംഭവം പുറത്തറിഞ്ഞത്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവം നടക്കുമ്പോൾ ആ ബസ്സിൽ അവരുടെ ഏതെങ്കിലും അധ്യാപകനോ അധ്യാപികയോ അവരെ നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്ററോ മറ്റോ ഉണ്ടാവുന്ന ഒരു പ്രക്രിയ ഇല്ലായിരുന്നു എന്നുള്ളതും ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. താങ്കൾ ഇപ്പോൾ ലൈനിലുണ്ടെങ്കിൽ അതേക്കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ആ സംശയങ്ങൾ അവിടെ തുടരും. ഇല്ല, 4 അധ്യാപകർ ആ സ്കൂൾ ബസ്സിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അധ്യാപകർ സ്കൂൾ ബസ് ഉണ്ടായിരുന്നു. പക്ഷെ അവര് അത് നോട്ട് ചെയ്തില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്.
അധ്യാപകരില്ലാത്തൊരു സ്കൂൾ ബസ് അല്ല അത്. 4 അധ്യാപകർ ആ സ്കൂൾ ബസ്സിൽ തന്നെ യാത്ര ചെയ്യുന്നവരാണ്. ശരി, വളരെ നന്ദി. 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സ്കൂൾ ബസ്സിൽ മർദ്ദനമേറ്റതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. സഹപാഠിയായ വിദ്യാർത്ഥിയാണ് കുട്ടിയെ മർദ്ദിച്ചിരിക്കുന്നത്. മൂന്നാറിലെ കാർമൽഗിരി സ്കൂൾ ബസ്സിലാണ് ഈ സംഭവം നടന്നത്. ബസ്സിലുണ്ടായിരുന്ന +1 വിദ്യാർത്ഥിയാണ് ദൃശ്യങ്ങൾ പകർത്തിയിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. ബിനീഷ് ആന്റണി ലൈനിലുണ്ടെങ്കിൽ, ബിനീഷ് ആന്റണി സൂചിപ്പിച്ചത് ആ ബസ്സിൽ ആരും മറ്റ് അധ്യാപകരോ മറ്റും ഉണ്ടായിരുന്നില്ല എന്ന് ബിനീഷ് ആന്റണി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പ്രിൻസിപ്പൽ പറയുന്നു അധ്യാപകരുണ്ടായിരുന്നുവെന്ന്. തീർച്ചയായിട്ടും അധ്യാപകർ ഇല്ലെന്ന് തന്നെയാണ് നമ്മുടെ രക്ഷിതാക്കൾ നമ്മൾ ഇപ്പോൾ വ്യക്തമാക്കിയത്. കാരണം ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഈ രക്ഷിതാവ് നമ്മളോട് വെളിപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ഈ രക്ഷിതാവ് ഇപ്പോൾ ചൈൽഡ് ലൈനും അതോടൊപ്പം തന്നെ ചീഫ് മിനിസ്റ്റർക്കും അടക്കമെല്ലാം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഇനി മൂന്നാർ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. കാരണം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ സംഭവം ഉണ്ടായിട്ടും ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഒരു നടപടിയും സ്കൂളിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഈ രക്ഷിതാക്കൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നടപടി ഉണ്ടാകണം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മർദ്ദനത്തിന് ഇനി മറ്റൊരു കുട്ടി ഇരയാകാൻ പാടില്ല എന്ന് തന്നെയാണ് ഈ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പ്രിൻസിപ്പളോട് സംസാരിച്ചപ്പോൾ പ്രിൻസിപ്പൽ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ദിനേശ്, ഈ മൊബൈൽ ഫോൺ ചിത്രീകരിച്ചതിനെ വലിയൊരു അപരാധമായിട്ട് സൂചിപ്പിക്കുന്ന രീതിയിൽ അതാണ് പ്രധാനമായിട്ടും ഹൈലൈറ്റ് എന്നുള്ള നിലയ്ക്കാണ് പ്രിൻസിപ്പൽ സംസാരിച്ചു തുടങ്ങിയത്. അപ്പോൾ ആ കുട്ടിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് സൂചന വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും +1 വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ മൊബൈൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലാണ് ഈ മർദ്ദനത്തിന്റെ ഒരു ആഴം, അതായത് ഈ രക്ഷിതാക്കൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ കുട്ടിയെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇതിനു മുമ്പും ഈ കുട്ടിയെ മർദ്ദനം ഏറ്റിട്ടുണ്ട്. ഈ മർദ്ദനത്തിൽ കാരണം വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിലോ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ കൂടുതലായി മർദ്ദിക്കും എന്ന് തന്നെയാണ് ഈ കുട്ടി പറഞ്ഞത്. ആ ഭയം കൊണ്ട് തന്നെയാണ് ഈ കുട്ടി രക്ഷിതാക്കളടുത്തോ അല്ലെങ്കിൽ ഈ സ്കൂളിലെ ടീച്ചർമാരടുത്തോ പറയാണ്ടിരുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങൾ വന്നതിന് പിന്നാലെയാണ് കൃത്യമായ ഒരു സത്യാവസ്ഥ വീട്ടുകാർക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ പകർത്തിയ +1 വിദ്യാർത്ഥിക്കും എതിരെ നടപടി ഉണ്ടാകുന്നത് തന്നെയാണ് പ്രിൻസിപ്പൽ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കുടുംബത്തിലൊരു അവർ നമ്മൾ സംസാരിച്ചതിൽ അവർ പറയുന്നത് ഇനി വേറൊരു കുട്ടിക്ക് ഇത്തരത്തിലൊരു അടി ഏൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ മർദ്ദിക്കാൻ പാടില്ല. അതിനൊക്കെ കർശനമായ ഒരു നടപടി ഈ സ്കൂളിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് തന്നെയാണ് ഈ രക്ഷിതാക്കൾ നമ്മളോട് ഇപ്പോൾ പറഞ്ഞത്. ഗണേഷ്, മർദ്ദനമേറ്റ ആ 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കുട്ടി ഇന്നും സ്കൂളിൽ പോയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സ്കൂളിലേക്ക് പോയിട്ടില്ല, കാരണം ഒരു നീതി ലഭിക്കുന്നതുവരെ സ്കൂളിലേക്ക് വിടാൻ പറ്റില്ല എന്ന് തന്നെയാണ് രക്ഷാകർത്താക്കൾ. കാരണം ഇനിയും പോയാൽ മർദ്ദിക്കുമോ എന്നുള്ളൊരു പേടിയും കുട്ടി പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു നടപടി ഉണ്ടാകാത്ത പക്ഷം കുട്ടിയെ സ്കൂളിലേക്ക് അയക്കാൻ തന്നെ ഈ രക്ഷിതാക്കൾക്ക് പേടിയാണെന്ന് തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇവർക്കെതിരെ നടപടി ഉണ്ടാകുന്നത് തന്നെയാണ് ഈ പ്രിൻസിപ്പളും വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇനി കുട്ടിയെ സ്കൂളിലേക്ക് വിടുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാൻ സാധിക്കൂ. ഗണേഷ്, ശരി, ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. സ്കൂൾ ബസ്സിൽ ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നിരിക്കുന്നു 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക്. മൂന്നാറിലെ കാർമൽഗിരി സ്കൂളിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ആ സ്കൂളിലെ ബസ്സിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ബസ്സിലുണ്ടായിരുന്ന +1 വിദ്യാർത്ഥിയാണ് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പകർത്തിയിട്ട് സമൂഹ മാധ്യമങ്ങളിൽ നൽകിയത്. സ്വാഭാവികമായിട്ടും ആ സംഭവം പുറത്തറിഞ്ഞത് ഈ +1 വിദ്യാർത്ഥി അത് പകർത്തിയതിലൂടെയാണ്. ഇപ്പോൾ മർദ്ദനമേറ്റ കുട്ടിയുടെ മാതാവ് നമ്മോട് സംസാരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിച്ച് പറയാൻ കഴിയുമോ? കുട്ടിയുടെ പേരൊന്നും പറയരുത്, അല്ലാതെ തന്നെ പറയാൻ കഴിയുമോ? വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടന്നത്. പക്ഷെ ഞങ്ങൾ അറിഞ്ഞത് ഇന്നലെയാണ്. ഒരു സോഷ്യൽ മീഡിയ മുഖേനയാണ് ഞങ്ങളിത് അറിഞ്ഞത്. കുട്ടി ഇന്നേ വരെയായിട്ട് നമുക്കിത് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടില്ല. ഈ ഒരു സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞെങ്കിൽ പോലും ഞങ്ങൾക്കിത് ഒട്ടും തന്നെ അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ വീട്ടിൽ വന്ന് ചോദിക്കുമ്പോൾ പോലും അവന് പറയാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് കുട്ടി ഇരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വർഷമാണ് എൻ്റെ കുട്ടിയെ ഞങ്ങൾ ആ സ്കൂളിൽ ചേർത്തത്. ഇത് തുടക്കം പോലും കുട്ടിക്ക് അനുഭവിച്ച ഒരു അനുഭവമാണ്. പക്ഷെ ഇന്നേ വരെ വീട്ടിൽ വന്ന് അവൻ പറഞ്ഞിട്ടില്ല. കാരണം അത്രത്തോളം ഭീഷണി ആ കുട്ടികൾ അവനെ പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത് നീ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന അവസ്ഥയിൽ നീ പിന്നെ ഇവിടെ തന്നെയാണ് പഠിക്കാൻ പോണത്, നിങ്ങളെ ഉപദ്രവിക്കുന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് കുട്ടി വീട്ടിൽ വന്ന് പറയാത്തത്. ഒരു വേദന പോലും അവൻ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇന്നലെ അറിഞ്ഞില്ലെങ്കിൽ ഇതുപോലും ഞങ്ങൾ അറിയത്തില്ലായിരുന്നു. ഇത് എന്താണെന്നോ ഒരു സ്കൂളാന്ന് പോലും നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അത്രത്തോളം വേദനയുണ്ട്. നമുക്കിതിന് പ്രതികരിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മൾ എന്തിന്റെ ഒരു ബേസിലാണ് കുട്ടികളെ നമ്മൾ സ്കൂളിൽ വിടണമെന്ന് പോലും അറിയത്തില്ല. ശരിക്കും പറഞ്ഞ ഒരു 40-50 പോകുന്ന ബസ്സിലെ കുട്ടികൾക്ക് ഒരു കെയർ ടേക്കർ പോലും ഇല്ല. ആ ബസ്സില് കെയർ ടേക്കർ പോലും ഇല്ലാത്തൊരു ബസ്സിലാണ് ഈ കുട്ടികൾ ഇങ്ങനെ പോകുന്നത്. ഇപ്പോൾ കുട്ടിക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ എന്തെങ്കിലും ഉണ്ടോ?
ഉണ്ട് ഉണ്ട്. അവന് ശരിക്കും പറഞ്ഞാൽ കഴുത്തിന്റെ ഭാഗത്തൊക്കെ ഭയങ്കര വേദനയാന്ന് പറഞ്ഞ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ അവൻ ബാഗ് ഇട്ട് വരുമ്പോ ബാഗിന്റെ ഇവന്റെ പേടി മുഖേന അവൻ വീട്ടിൽ വന്ന് പറഞ്ഞില്ല. ദിവസം വന്ന് പറയും എനിക്ക് വല്ലാണ്ട് വേദനയുണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങളോട് പറയണത് ഇതുപോലെ ബാഗ് ഇട്ടാണ് വേദന എന്നാണ് പറയണത്. പക്ഷെ ഇത്രത്തോളം അടി ദിവസം കൊള്ളുന്നുണ്ട് അവൻ. കഴുത്തിന്റെ ഒക്കെ ഭാഗത്ത് ഭയങ്കര ഒരു വേദനയാണ് അവന്. അപ്പോൾ അത് ഈ നേരത്തെയും ഇത്തരത്തിലുള്ള മർദ്ദനങ്ങളൊക്കെ ഏൽക്കേണ്ടി വരുന്നു എന്നുള്ളത് രക്ഷിതാക്കളായിട്ടുള്ള നിങ്ങൾ അറിഞ്ഞത് ഈ സംഭവം ഉണ്ടായതിനു ശേഷമാണോ? ഈ സംഭവം ഉണ്ടായതിനു ശേഷമാണ്. കാരണം അത്രത്തോളം കുട്ടീനെ പറഞ്ഞേക്കുവാണ്. കാരണം ആ സ്കൂളിൽ ഇത് പല പ്രാവശ്യം നടന്ന കാര്യങ്ങളാണ്. ഇത് ടീച്ചേഴ്സിനും അറിയാവുന്നതാണ് പറയണത്. അങ്ങനത്തെ കുട്ടികളെ വിളിച്ച് ഉപദേശിക്കുകയും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. പക്ഷെ തക്കതായ നടപടി എടുത്തിട്ടില്ല. തക്കതായ നടപടി എടുത്തിരുന്നെങ്കിൽ ഇത്രത്തോളം കുട്ടികൾ മുമ്പോട്ട് പോകത്തില്ലായിരുന്നു. ഇതിപ്പോൾ ആ +1 വിദ്യാർത്ഥി അത് ചിത്രീകരിച്ചില്ലായിരുന്നെങ്കിൽ ഇത് ലോകം അറിയത്തില്ല. ഒട്ടും തന്നെ അറിയത്തില്ല. നിങ്ങളും അറിഞ്ഞു എന്ന് വരില്ല. അറിയത്തില്ല. ഒരു സ്കൂളിൽ ഒരു ഫോൺ കുട്ടികൾ കൊണ്ടുവരുന്നത് പോലും ആ സ്കൂളുകാർക്ക് അറിയാണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെന്ന് പോലും ഒരു ടീച്ചേഴ്സിന് ഒരു പ്രിൻസിപ്പളിന് അറിയാത്തത് എന്തുകൊണ്ടാണ്? അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ പുറത്തു വന്നുകൊണ്ട് എന്റെ കുട്ടിയുടെ അവസ്ഥ. അതുവരെ ഞങ്ങൾ പാരന്റ്സ് ഞങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? കുട്ടികൾ ധൈര്യമായിട്ട് സ്കൂളിൽ പോകുന്നുണ്ട്, വരുന്നുണ്ട്, ഈ ഒരു ചിന്തയിലാണ് ഞങ്ങളും ഇരുന്നത്. മറ്റ് കുട്ടികളെ കൂടി ഏതെങ്കിലും തരത്തിലുള്ള കൗൺസിലിങ്ങിന് വിധേയമാക്കേണ്ടതുണ്ടോ? ഇതേപോലെ മർദ്ദനം ഏൽക്കേണ്ടി വരുന്ന കുട്ടികൾ നിശബ്ദമായിട്ട് അത് പുറത്ത് പറഞ്ഞാൽ വീണ്ടും മർദ്ദനമേൽക്കും എന്നുള്ള ഭയത്തോടു കൂടി അങ്ങനെ ഒരു തീർച്ചയായിട്ടും ഒരു കുട്ടികൾക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കണം. കുട്ടികൾ ഇത് കാരണം ഈ കുട്ടി ഇത്രത്തോളം ഞങ്ങളുടെ അടുത്ത് അത്രത്തോളം എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു കുട്ടി ഇത്രത്തോളം മറക്കണമെന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ അപ്പൊ എത്രമാത്രം പിള്ളേർക്ക് ഇതുപോലെ കാണുന്നത് കൊണ്ടല്ലേ പിള്ളേർ പേടിക്കുന്നത്? ബസ്സിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഈ ബാക്കിയുള്ള പിള്ളേർ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് കാണുന്നത് കൊണ്ടാണ് പിള്ളേർ വീട്ടിൽ വന്ന് ഇതുപോലെ പറയാത്തത്. പാരന്റ്സിനോട് എന്ത് തന്നെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റാത്തത്. കാരണം ടീച്ചേഴ്സ് എന്ത് തന്നെ പിള്ളേരെ നോക്കിയാലും ബാക്കിയുള്ള സമയത്ത് ഈ കുട്ടികൾ എന്തൊക്കെ കാണിക്കണം എന്നുള്ളത് ഈ കുട്ടികൾ കാണാൻ പോയിട്ടാണ് ഇത്രത്തോളം അവൻ മെന്റലി ആയിട്ട് പേടിക്കണം. ഞാൻ ഇന്നലെ ചോദിക്കുമ്പോൾ പോലും അമ്മ പറയില്ലേ, അവര് പിന്നെയും നിങ്ങൾ വീട്ടിലിരിക്കും, പക്ഷെ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾ കാണുന്നുണ്ട് അവര് ഓരോ രീതിയിൽ ഗുണ്ടകളെ പോലെയാണ് അവരിയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വന്ന് പറയാത്തെന്ന് പറഞ്ഞ് കൊച്ചു കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. ശരി, എന്തായാലും ഈ കുട്ടിയുടെ കാര്യത്തിലും മറ്റു കുട്ടികളുടെ കാര്യത്തിലും ഉചിതമായ നടപടി ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകട്ടെ എന്ന് വിചാരിക്കുന്നു. വളരെ നന്ദി ഈ നിമിഷങ്ങളിൽ ഈ വിഷയം ഇങ്ങനെ ഞങ്ങളുടെ വാർത്തയോട് പ്രതികരിച്ചതിന് നന്ദി. നന്ദി.